രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഒരു ചടപ്പാട്ടോ ഒന്നിച്ച് വരുന്ന നമ്മൾ അടുക്കളയിൽ കയറുന്ന സമയത്ത് മഴ ഉണ്ടെങ്കിൽ ഒന്നിനും പുറത്ത് പോകാൻ പറ്റൂല കേട്ടോ. ഇന്നിതാ നമുക്ക് കാര്യമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും രാവിലത്തെ സംഭവങ്ങൾ സെറ്റാക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാരണം കൂടെ ഉണ്ട്. നമുക്കിന്ന് മിന്നുവിന് JRC യൂണിഫോം ഉള്ള ദിവസമാട്ടോ. അപ്പോൾ ആളത് കുറച്ച് തയ്ക്കാണ്ടായിരുന്നു ഫാമിലി. അപ്പോൾ അത് ഞാൻ തയ്ച്ച് ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്കിതാ ചിരട്ടപ്പുട്ടാണ്ട്. അപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു ഫാനായിട്ടുണ്ട് നമ്മൾ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു സംഭവം ചിരട്ടയിൽ. പക്ഷേ ഞാൻ ഇത്രയൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെ സെറ്റായിട്ട് കിട്ടുമെന്നൊന്നും. അപ്പോൾ പുട്ട് ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് കറി പിന്നെ ചിക്കനാണ് കേട്ടോ. ചിക്കൻ കറി ആക്കില്ല. അപ്പോൾ എന്താ പറയുക, അതന്നെ രാവിലത്തെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് പുട്ടും അതുപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി നമ്മൾ തലേ ദിവസം ആക്കി വെച്ചതാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ JRC യൂണിഫോം ഇടേണ്ട ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പണിയിൽ കൂടെ ഒക്കെ ആയിട്ട് അവിടെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ആ ഒരു യൂണിഫോം ആണെങ്കിൽ ആൾക്ക് ഒരു സമാധാനമാണ്. കാരണം വൈറ്റല്ലേ, കേക്കും മണത്തി ഇതെന്ന് പറയുന്നത് തന്നെ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ പുറത്ത് JRC യൂണിഫോം നല്ല ഫിനിഷിങ്ങിൽ ഇടും വേണ്ട. അപ്പോൾ അതിൻ്റെ പണിയിൽ കൂടെയാണ്. അതിൻ്റെ അടിയിൽ ഞാൻ തയ്ക്കാനുള്ളത് തയ്ച്ച് കൊടുത്ത് ഞാൻ വന്നു. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞത് തോന്നുന്നില്ല. ഒരു 4 ചിരട്ട അത്രയും ചൂടാണ് കേട്ടോ. അതിൽ ബാക്കി ഉണ്ടാകും. അത് നമ്മൾ എന്തായിരുന്നു സ്കൂൾക്ക് വന്നിട്ട് പുട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ അതിനും കൂടെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വന്നിട്ടും അങ്ങനെയാണ് കേട്ടോ നമ്മളെ ഇത് പോകുന്നത്. ഇപ്പം ഇന്ന് മിന്നൂസിന് സ്കൂളിലല്ല ട്യൂഷനിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ എന്നോട് കേട്ടോ, ഇനി ക്ലാസ് ഉണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാണ്ട് എളുപ്പം പോവാൻ നിൽക്കരുതേ എന്ന് എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് 10:30 സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാണോ കഴിയണത് അപ്പോഴുള്ളൂ ഞാൻ ഉണ്ടാക്കട്ടോ ക്ലാസ്സിൽ പോകുള്ളൂ. ഓൾറെഡി ചായ എടുക്കാനുള്ള സെറ്റിൽ ഒരുങ്ങി വന്നിട്ടുണ്ട്. നേരത്തെ പോകണമല്ലോ ട്യൂഷന്. അപ്പോൾ അതും ചായ എടുക്കാൻ ഇരിക്കേക്കാരട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്ക് ചായ എടുക്കണം. എന്താ പൊടി, പുട്ടിൻ്റെ പൊടി നല്ലതാണ്. ഈ പുട്ട് നല്ല ടേസ്റ്റില്ല കേട്ടോ. ഒരു പാത്രം എടുത്തോട്ടെ. സ്റ്റൂളപ്പുറത്താ മെഷീൻ്റെ അവിടെ. ഞാനെന്താ ഇട്ടിട്ട് ഇനി ഓള് പോകാനുള്ളത് ഓള് നോക്കട്ടെ, ഞാൻ എനിക്കുള്ളത് നോക്കട്ടെ കേട്ടോ. ഒന്ന് കുറച്ച് കൂടുതൽ പാത്രങ്ങളൊക്കെ കഴുകാൻ കേട്ടോ. നല്ല രാത്രിക്കൊക്കെ കഴിച്ച പാത്രം കഴുകിക്കണം. അതിൽ സാധനങ്ങളുടെ പാത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതോളൊക്കെ എടുത്ത് കഴുകണം. ഓക്കെ, നോക്കി ഫുഡ് എടുക്കട്ടെ. 7:35. അപ്പോൾ അങ്ങനെ നമ്മളെ പാത്തുവിൻ്റെ ചായ ഇടി കഴിഞ്ഞിട്ടോ. ഞാൻ ചായ അടിച്ചായിരുന്നിട്ടില്ല ഓളെ കൂടെ. അപ്പോൾ ഓള് കുടിച്ച് പോട്ടെ, എന്നിട്ട് ഞാൻ കുടിച്ചോളാം. എൻ്റെ പണികൾ ഒരുക്കിയിട്ട് ഇനി എങ്ങനെ നടന്നാണോ അല്പം കുടിച്ച് ചായ വേണ്ടേ. മുറ്റത്തിൻ്റെ കോലാണ് കേട്ടോ. അത് പറ്റണ പോലെ അടിച്ചു വാരി എടുക്കട്ടെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ മഴ പെയ്ത് വെള്ളം നന്നായി ഇലകളൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് കിട്ടണ മാതിരി ഞാനൊന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഗ്യാസ് കുറ്റി കൂട്ടിയിട്ടില്ല. ഞാൻ കൂടെ നോക്കട്ടെ കേട്ടോ. ഓക്കെ, അതൊക്കെ സെറ്റാട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളെ ഗ്യാസിലേക്ക് തുടക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് ചെറിയൊരിതുണ്ട്, അതിനുള്ളൂ പണിയെടുക്കാൻ കിട്ടാതിരുന്നത്. ഉച്ചക്കത്തെ ലഞ്ചിന് മുതിരയും കായ ഉപ്പേരിയൊക്കെ ആയിരുന്നു കേട്ടോ. സ്കൂൾ വിട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ പോന്നിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല മഴയാണ് കേട്ടോ ഇവിടെ. ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴ. മിന്നുവിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഓൾ ഒറ്റക്കാണെങ്കിൽ ഓൾക്ക് പോരുന്ന ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഞാനിതുപോലെ ഓളെ കാത്തിക്കുകയാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങി നമ്മൾ എന്ത് കുട ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. ഈ ഒരു മഴയത്ത് ഫുള്ളും നനയും.
കോലത്തിലാണ് മഴ പെയ്യുന്നത്. പെണ്ണുണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ടില്ലേ? സ്കൂളൊക്കെ വിട്ട് വന്നു കേട്ടോ. അപ്പം നമുക്ക് എന്താണ് കുറച്ച് ചായ കൊടുക്കാം കേട്ടോ. രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പുട്ട്, ഒരു പുട്ട് ബാക്കിയുണ്ട്. അപ്പം അത് കഴിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ചോറ് വെക്കണം. അപ്പം ഞാൻ ഈ കുമ്പിട്ടിങ്ങനെ നമ്മൾ ഗ്യാസ് ഓണാക്കണം കേട്ടോ. ഓക്കെ സെറ്റ്. ഞാൻ ആദ്യം ചായ കൊടുക്കും. ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി എടുത്ത് കഴുകാം. ഗ്യാസ് ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ. ഇതാ നമ്മൾ ചായ ഇവിടെ ചൂടായിട്ടോ. ചായ ചൂടായ സമയം കൊണ്ട് ഇതാ നമ്മളെ ചോറ്റിനുള്ള അരിയൊക്കെ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു തട്ടിക്കൂട്ട് കൂട്ടാനും ഒപ്പിക്കണം. നമ്മളിത് കഞ്ഞി ആ ഒരു ലെവലിലേക്കാട്ടോ നമ്മൾ കുടിക്കുക രാത്രി. അപ്പോൾ ഉപ്പും അത് ഇഷ്ടമുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കഞ്ഞിക്ക് പറ്റുന്ന എല്ലാ കൂട്ടാനൊക്കെ ആക്കിയിട്ട് കുടിക്കുക. പിന്നെ ചെറുപയറൊക്കെ ഇഷ്ടമാട്ടോ. പക്ഷേ ചെറുപയർ എന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുപയർ കഞ്ഞിയൊക്കെ ആക്കും. പിന്നെ ജസ്റ്റ് ഒരു ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പപ്പടോ ഒക്കെ മതിയല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആക്കലുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് എന്തെങ്കിലും മുട്ട ഓംലേറ്റ് അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പുട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഒരുപാട് സംഭവിച്ചിട്ടില്ല കേട്ടോ ആൾക്ക്. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.